ഡിജിറ്റൽ സിറ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽമി 3 പ്രോയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസും അതിന്റെ എക്സ്പെക്ടേഷൻസും പിന്നെ കുറച്ച് ലീക്സും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒപ്പോയുടെ സബ് ബ്രാൻഡ് ആയിരുന്ന റിയൽമി ഈ അടുത്തായിട്ട് റിയൽമി 3 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലോഞ്ച് ഇവന്റിന്റെ ലാസ്റ്റ് ആയപ്പോൾ അവര് റിയൽമി 3 പ്രോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. ഈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെഡ്മി നോട്ട് 7 പ്രോയുടെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിരിക്കും എന്നാണ് കമ്പനി പറഞ്ഞിരുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ഡിസൈനെ പറ്റി നോക്കാം. ഡിസൈൻ വരാൻ സാധ്യതകളെന്ന് പറയുമ്പോൾ റിയൽമി ഇതുവരെ ഫോളോ ചെയ്തതുപോലെ തന്നെ ഒരു ബാക്കിലൊരു ഗ്രേഡിയന്റ് കളർ ബാക്ക് പാനലൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ഒരു നോട്ട് 7 പ്രോയുടെ സ്പെക് ലിസ്റ്റ് കാണിച്ചപ്പോഴത്തേക്കും അതില് നോട്ട് 7 പ്രോയ്ക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് എന്ന് അവർ എടുത്ത് കാണിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ റിയൽമി 3 പ്രോയ്ക്ക് ഒരു മെറ്റൽ ഫ്രെയിം ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. പിന്നെ അടുത്ത അതിന്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞിരുന്നത് ഈ ഡിവൈസ് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും എന്നാണ്. അപ്പോൾ നോട്ട് 7 പ്രോയുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നീ നോട്ട് 7 പ്രോയുടെ അതേ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന് മുകളിൽ പെർഫോമൻസ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ വയ്ക്കാൻ സാധ്യതയുള്ള ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ 675 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 712 ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വയ്ക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റ്സ് ആണ്. അപ്പോൾ അഥവാ അവർ മീഡിയ ടെക്സിന്റെ ചിപ്സെറ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹീലിയോ P90 ചിപ്സെറ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. റിയൽമി 2 പ്രോയിൽ അവർ ഉപയോഗിച്ചിരുന്നത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് മിക്കവാറും ഈ റിയൽമി 3 പ്രോയിലും വരാൻ സാധ്യതയുള്ളത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബാറ്ററിയെ പറ്റി നോക്കുവാണെങ്കിൽ റിയൽമി 2 പ്രോയിൽ ഒരു 3500 mAh ബാറ്ററിയാണ് അവർ കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം 3500-നും 4000-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും അവർ റിയൽമി 3 പ്രോയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അതിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് റിയൽമി 3 പ്രോയിൽ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരാൻ സാധ്യതയുള്ളതെന്ന്. കാര്യം ഒപ്പോ ഈ ഇടയ്ക്കായിട്ട് ലോഞ്ച് ചെയ്ത ഒപ്പോ K1 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ അതിനകത്ത് 20K താഴെയായി അവര് ആമോലെഡ് സ്ക്രീനും പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഒക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ റിയൽമി 3 പ്രോയ്ക്കും ഈ ആമോലെഡ് ഡിസ്പ്ലേ തന്നെ വരുമെന്നാണ് പലരുടെയും എക്സ്പെക്ടേഷൻസ് ഒക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് റിയൽമി 3 പ്രോയിൽ ഒരു IPS ഡിസ്പ്ലേ ആണ് വരാൻ സാധ്യതയുള്ളത്. കാരണം ഈ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു പെർഫോമൻസും ഈ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നോട്ട് 7 പ്രോയെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് ഇറക്കാൻ സാധിക്കില്ല ഈ ഫോൺ. അപ്പോൾ IPS ഡിസ്പ്ലേ ആയിരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ പ്രൊട്ടക്ഷന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഒന്നീ ഗൊറില്ല ഗ്ലാസ് 5 അല്ലെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 6 ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവരും നോട്ട് 7 പ്രോയെ ഒരു ക്യാമറ ബീസ്റ്റായി അംഗീകരിച്ച സ്ഥിതിക്ക് അവര് റിയൽമി 3 പ്രോയിൽ നോട്ട് 7 പ്രോയേക്കാൾ നല്ലൊരു ക്യാമറ വയ്ക്കാൻ സാധ്യത കുറവാണ്. നോട്ട് 7 പ്രോയിൽ ഒരു വീക്ക് പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. നോട്ട് 6 പ്രോയിലും നോട്ട് 5 പ്രോയിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ടോപ്പ് ലെവൽ ഫ്രണ്ട് ക്യാമറ അല്ല ഈ നോട്ട് 7 പ്രോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽമി 3 പ്രോയിൽ ഒരു നല്ലൊരു സെൽഫി ക്യാമറ അവർ തരാൻ സാധ്യതയുണ്ട്. അത്രയും നല്ലൊരു സെൽഫി ക്യാമറ തരുവാണെങ്കിൽ നോട്ട് 7 പ്രോക്കെതിരെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് ഈ ഒരു ഫീച്ചറിനെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും. പിന്നെ അതർ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിലൊരു ട്രിപ്പിൾ സ്ലോട്ട് ആയിരിക്കും സിമ്മിനും SD കാർഡൊക്കെ ഇടാൻ. പിന്നെ ഇത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയായിരിക്കും വരുന്നത്. അതങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. കാര്യം ഇപ്പോഴുള്ള എല്ലാ ഫോൺസും വാട്ടർ ഡ്രോപ്പ് നോച്ചോ അല്ലെങ്കിൽ യു നോച്ചോ ഒക്കെ വെച്ച് തന്നെയാണ് വരുന്നത്. അത് ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത് ColorOS 6 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 5 ഇതിന്റെ പ്രൈസിങ്ങും ഏകദേശം നോട്ട് 7 പ്രോയുമായി അടുത്ത് നിൽക്കുന്നത് തന്നെ ആയിരിക്കും. നോട്ട് 7 പ്രോയുടെ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ 4GB 64GB വെർഷന് 14,000 രൂപയും 6GB 128GB വെർഷന് 17,000 രൂപയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കും റിയൽമി 3 പ്രോ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത്. ഈ റിയൽമി 3 പ്രോ
ലോഞ്ച് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ 2019. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ്.